മല്ലപ്പള്ളി പൗത്തിക്കുന്നേൽ കുടുംബത്തിന് എന്നും അഭിമാനമായ ശ്രീ പി വി വർഗീസ് സാറിനെ പറ്റിയുള്ള ഡോക്യുമെന്ററിക്ക് പൗത്തിക്കുന്നേൽ കുടുംബയോഗത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നതിൽ സന്തോഷമുണ്ട്. യുഗപ്രഭാവനായ അദ്ദേഹത്തെപ്പറ്റി വരും തലമുറ അറിയട്ടെ. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ശ്രീ ഫിലിപ്പിനും അഭിനന്ദന പൂച്ചുണ്ട്. എല്ലാ ഭാവുകങ്ങളും ഈ ചരിത്രരേഖയ്ക്ക് കുടുംബയോഗത്തിന്റെ പേരിൽ നേരുന്നു. All best wishes for this historical documentary on behalf of പൗത്തിക്കുന്നേൽ കുടുംബയോഗം. Thank you. 320 പരം വർഷം പാരമ്പര്യമുള്ള മല്ലപ്പള്ളി പൗത്തിക്കുന്നേൽ കുടുംബത്തിലെ 7ാം തലമുറക്കാരനായിരുന്ന ആദരണീയനായ പി വി വർഗീസ് സാറിനെ പറ്റി അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ 10ാം തലമുറക്കാരനായ പി ജി വർഗീസ് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കുടുംബയോഗത്തിൻ്റെ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ വരും തലമുറകൾ ഈ മഹാനായ വ്യക്തിയെപ്പറ്റി അറിയുവാൻ ഈ ഡോക്യുമെൻ്ററി ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഡോക്യുമെൻ്ററിയുടെ നിർമ്മാണത്തിനായി ഏറെ ത്യാഗങ്ങൾ അനുഷ്ഠിച്ച അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ പി ജി വർഗീസിനെ ഏറെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പി വി വർഗീസ് സാറിൻ്റെ ജീവിതം പ്രചോദനാത്മകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം നന്മകളും മാർഗനിർദ്ദേശങ്ങളും നിറഞ്ഞതായിരുന്നു. ഈ ഡോക്യുമെൻ്ററി കാണുന്നവർക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളും നന്മകളും സ്വാംശീകരിച്ച് മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീമൂലം തിരുനാൾ പ്രജാസഭാംഗം, കേരള വിലാസം ബാങ്കിന്റെ സ്ഥാപകനും ദീർഘകാലം ഡയറക്ടർ ബോർഡ് മെമ്പറും നീണ്ട 19 വർഷം SC സെമിനാരി സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ, സെന്റ് തോമസ് TTI തിരുവല്ലയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്ന പി വി വർഗീസ് സാറിന്റെ ജീവിതമാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ അവതരിപ്പിക്കുന്നത്. നമസ്കാരം. ചങ്ങനാശ്ശേരിയിൽ ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ അംഗരക്ഷകരിൽ ഒരാളായിരുന്നു അതിരമ്പുഴ തെക്കേടത്ത് വർഗീസ്. 1709 നാം ഇപ്പോൾ നിൽക്കുന്ന മല്ലപ്പള്ളി പൂവനക്കടവിൽ അദ്ദേഹം എത്തിച്ചേരുന്നത്. ആ കാലഘട്ടത്തിൽ മല്ലപ്പള്ളി പ്രദേശം ഇടപ്പള്ളി തമ്പ്രാക്കന്മാരുടെ അധീനതയിലായിരുന്നു. ഇടപ്പള്ളി തമ്പ്രാൻ്റെ ഇടപ്രഭുവായിരുന്ന പൂവനപ്പണിക്കർക്ക് ആയിരുന്നു മല്ലപ്പള്ളി പകുതിയുടെ അധികാരം. പൂവനപ്പണിക്കർക്ക് നാട്ടിൽ ജീവൻ അപായമുണ്ടായിരുന്നതുകൊണ്ട് തൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ് വർഗീസിനെ കൊണ്ടുവന്നത്. വർഗീസിൻ്റെ മകൻ പിതാവിൻ്റെ 6ാം തലമുറക്കാരനായ തൊമ്മി വർഗീസിൻ്റെ മകനായിട്ട് 1879 മല്ലപ്പള്ളി പൗവത്തിക്കുന്നേൽ തറവാട്ടിലാണ് പി വി വർഗീസ് ജന്മമെടുത്തത്. മാതാവ് ഏലിയാമ്മ മല്ലപ്പള്ളി നൂറുമൊഴിയിൽ കുടുംബാംഗമാണ്. പി വി വർഗീസ് സാറിൻ്റെ 11ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ഇടയാറന്മുള സ്വദേശി ആനിക്കാട് കുടുംബാംഗമായ സാറാമ്മയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. തിരുവിതാംകൂർ രാജ്യത്തോളം പ്രസിദ്ധമായി തീർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് കരുത്തും ശക്തിയും പകർന്നത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ സാറാമ്മയാണ്. വർഗീസ് സാർ സാറാമ്മ ദമ്പതികളുടെ കുടുംബജീവിതത്തിൽ അവർക്ക് 8 മക്കൾ ജനിച്ചു. 4 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. അവരുടെ പേരുകൾ വർഗീസ് തോമസ്, വർഗീസ് ജോർജ്, വർഗീസ് ഫിലിപ്പോസ്, വർഗീസ്, ഏലിയാമ്മ, മറിയാമ്മ, അന്നമ്മ, സാറമ്മ. ഇങ്ങനെ 8 മക്കളാണ് അവരുടെ കുടുംബജീവിതത്തിൽ അവർക്കുണ്ടായിരുന്നത്. ശ്രീമൂലം തിരുനാൾ പ്രജാസഭാംഗം, SC സെമിനാരി സ്കൂൾ പ്രഥമ അധ്യാപകൻ, സെന്റ് തോമസ് TTI തിരുവല്ലയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ, സുവിശേഷകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ തിരുവിതാംകൂർ രാജ്യത്ത് ജ്വലിച്ചു നിന്നിരുന്ന ശുക്രനക്ഷത്രമായിരുന്നു പി വി വർഗീസ് സാർ. കോട്ടയം MD സെമിനാരി സ്കൂളിൽ ഹെഡ്മാസ്റ്ററായിരുന്ന KC മാമൻ മാപ്പിള സാറിനോടൊപ്പമാണ് അധ്യാപക വൃത്തി ആരംഭിച്ചത്. SC സെമിനാരി ശാസ്ത്ര അധ്യാപകനായും 1911 മുതലുള്ള 20 വർഷക്കാലം ഹെഡ്മാസ്റ്ററായും പ്രവർത്തിച്ചു. മധ്യ തിരുവിതാംകൂറിലെ 1-കിട വിദ്യാലയമായി SC സെമിനാരി വളർന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. പാഠ്യേതര വിഷയങ്ങളിൽ സ്കൂളിനെ ഉന്നത നിലവാരത്തിലെത്തിച്ചു. കത്തിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്കൂൾ കെട്ടിടത്തിൻ്റെ 1-ാം നിലയിൽ നിന്ന് തീത്തോസ് പ്രഥമൻ തിരുമേനിയെ തൻ്റെ ബലിഷ്ഠമായ കരവലയത്തിൽ ഒതുക്കി രക്ഷിച്ചിട്ടുണ്ട്. ശ്രീമൂലം പ്രജാസഭയിലെ നോമിനേറ്റഡ് അംഗമായിരുന്നു. അദ്ദേഹം മല്ലപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. തിരുവല്ല പായിപ്പാട് മല്ലപ്പള്ളി റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ പിതൃത്വം സാറിന് അവകാശപ്പെട്ടതാണ്. ആരുടെയും മുമ്പിൽ നട്ടൽ വളയ്ക്കാത്ത വർഗീസ് സാർ ആകൃതിയിലും പ്രകൃതിയിലും കരുത്തനും നിർഭയനുമായിരുന്നു. 1925 SC സെമിനാരി കോമ്പൗണ്ടിൽ സ്ഥാപിതമായ സെൻറ്റ് തോമസ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം
PV വർഗീസ് സാറിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. CSI മഹാ ഇടവകയുടെ രണ്ടാമത്തെ ബിഷപ്പായിരുന്ന EN ഹോഡ്ജസ്, മിച്ചൽ തുടങ്ങിയ യൂറോപ്യൻ അധ്യാപകരുടെ ഇഷ്ടശിഷ്യനായിരുന്നു PV വർഗീസ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യം ഈ യൂറോപ്യൻ അധ്യാപകരുമായുള്ള ബന്ധം മൂലം ഉണ്ടായതാണെന്ന കാര്യത്തിൽ സംശയമില്ല. 1918 ശ്രീമൂലം തിരുനാൾ പ്രജാസഭയിൽ ട്രാവൻകൂറിൻ്റെ വികസനത്തെക്കുറിച്ച് സംസാരിച്ച PV വർഗീസ് സാർ തൻ്റെ സ്വന്തം ഗ്രാമത്തെ അടിസ്ഥാന സൗകര്യമുള്ള ഒരു പ്രദേശമാക്കി മാറ്റി. മല്ലപ്പള്ളി തിരുവല്ല റോഡ്, മല്ലപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റൽ, മല്ലപ്പള്ളി ശ്രീകൃഷ്ണവിലാസം മാർക്കറ്റ്, ചെങ്ങന്നൂർ മങ്കുരുപ്പടി ബൈപ്പാസ് റോഡ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ അനുവാദം ട്രാവൻകൂർ ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമാക്കി. കർത്താവിൽ പ്രിയരെ, മല്ലപ്പള്ളി പൗവത്തിക്കുന്നേൽ PV വർഗീസ് സാർ തൻ്റെ ഔദ്യോഗിക ജീവിതകാലത്ത് സമൂഹത്തെ ധന്യവും പ്രശോഭിതവുമാക്കിയ ശ്രേഷ്ഠനായ അധ്യാപകനും ഒരു സാമൂഹിക പ്രവർത്തകനും ആയിരുന്നു. നിസ്വാർത്ഥവും അനുഗ്രഹീതവുമായ പ്രവർത്തനങ്ങളുടെ വർഗീസ സഭയ്ക്കും സാമൂഹിക മേഖലകൾക്കും ഉത്തമമായ ദിശാബോധം നൽകി പ്രവർത്തിച്ചിട്ടുണ്ട്. മാർത്തോമാ സഭയുടെ ആസ്ഥാനത്ത് പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ സിറിയൻ ക്രിസ്ത്യൻ സെമിനാരി സ്കൂളിൻ്റെ പ്രാരംഭകാലത്ത് ഒരു അധ്യാപകനായും തുടർന്ന് ഹെഡ്മാസ്റ്ററായും അദ്ദേഹം ശുശ്രൂഷ നിർവഹിച്ചു. തിരുവല്ല സെൻറ് തോമസ് TTIയുടെ പ്രധാന അധ്യാപകനായും സേവനമനുഷ്ഠിക്കുകയുണ്ടായി. സഭയുടെ ആവശ്യഘട്ടങ്ങളിലെല്ലാം PV വർഗീസ് സാറിൻ്റെ സേവനം ലഭ്യമായിട്ടുണ്ട് എന്നത് പ്രത്യേകം ഓർക്കുന്നു. തീത്തോസ് പ്രഥമൻ തിരുമേനി SC സെമിനാരി കെട്ടിടത്തിൻ്റെ പഴയ ഓലമേഞ്ഞ കെട്ടിടത്തിൽ വിശ്രമിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ആ കെട്ടിടത്തിന് തീപിടിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ PV വർഗീസ് സാറും ബോർഡിങ്ങിലെ വിദ്യാർത്ഥികളും ചേർന്ന് തീ അണയ്ക്കുകയും അത്യാപത്തിൽ നിന്നും തിരുമേനി അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു. ഇത് സഭാ ഡയറക്ടറിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു മാതൃക അധ്യാപകനായിരുന്ന സാറ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലും വ്യാപൃതനായിരുന്നു. മല്ലപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലും നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ശ്രീമൂലം പ്രജാപതി സമിതിയിലെ നോമിനേറ്റഡ് അംഗമായി പ്രവർത്തിച്ച് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ഫലകരമായി പ്രവർത്തിക്കുന്നതിന് ഇടയായിട്ടുണ്ട്. ധീരതയോടെ ആത്മാർത്ഥമായി സമൂഹത്തിനു വേണ്ടി ത്യാഗോജ്വലമായി സാറ് പ്രവർത്തിച്ചു. ഏറ്റവും സമർപ്പണത്തോടെ മലങ്കര മാർത്തോമാ സഭയുടെ വിവിധ രംഗങ്ങളിൽ സജീവമായ പ്രവർത്തനം കാഴ്ചവെച്ച ഈ ശ്രേഷ്ഠമായ അധ്യാപകന്റെ നേതൃത്വം നന്ദിയോടുകൂടിയാണ് അനുസ്മരിക്കുന്നത്. ശ്രീ PV വർഗീസ് സാറിൻ്റെ നേതൃത്വം ഉൾക്കൊള്ളിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. അതിന് മുൻകൈ എടുക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. വരും തലമുറയ്ക്ക് ഇത് പ്രചോദനപ്രദമാകും എന്നതിന് സംശയമില്ല. ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരണത്തിന് എല്ലാ ഭാഗങ്ങളും അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. മല്ലപ്പള്ളി പ്രദേശത്ത് പുരാതനമായ പകലോമറ്റം തറവാട്ടിൽ പൗത്തിക്കുന്നേൽ പാലക്കാമണ്ണിൽ കുടുംബത്തിൻ്റെ ഭാഗ്യമായി ജനിച്ച ഒരു മഹാപ്രതിഭാശാലിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് പങ്കുവയ്ക്കുന്നതിനാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുക. ദിവംഗതനായ ശ്രീ PV വർഗീസ് BALT 1879 മുതൽ 1930 വരെയുള്ള കാലഘട്ടം ജീവിതത്തിൻ്റെ പ്രവർത്തന കാലമായി ലഭിച്ച ഒരു ചരിത്ര പുരുഷനെക്കുറിച്ച് ശ്രീമൂലം പ്രജാസഭയിൽ സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന റൂൾ നമ്പർ 7 ക്രമപ്രകാരം ശ്രീ
KC മാമൻ മാപ്പിളയ്ക്ക് ശേഷം 85-ാമത്തെ ക്രമ നമ്പറുകാരനായി ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീ PV വർഗീസിനെയാണ്. അദ്ദേഹത്തോടൊപ്പം അതേ ശ്രീമൂലം പ്രജാസഭയിൽ ശ്രീ അയ്യൻകാളി ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ ആളുകൾ ഇതേ രീതിയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതും ചരിത്രപരമായ ഒരു വസ്തുതയായി ഗവൺമെൻറ് ആർക്കൈവ്സിൽ സൂക്ഷിക്കപ്പെടുകയാണ്. ഈ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരിക്കുകയും തിരുവല്ലയിലെ പ്രശസ്തമായ SC സെമിനാരി സ്കൂൾ ഹെഡ്മാസ്റ്ററായി സേവനമനുഷ്ഠിക്കുകയും സെൻറ് തോമസ് TTI തിരുവല്ല അതിൻ്റെ പ്രഥമ പ്രിൻസിപ്പലായി സേവനം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള കുടുംബാംഗമായ പൗത്തിക്കുന്നേൽ ശ്രീ PV വർഗീസ് നമ്മുടെ ദേശത്തും ആ കാലഘട്ടത്തിലും അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഉജ്ജ്വലമായി പ്രഭാഷണം നടത്തുന്നതിനും ഭാഷാന്തരം ചെയ്യുന്നതിനും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. മല്ലപ്പള്ളി CMS സ്കൂളിലെ പഠനം 3rd ഫോറം പാസ്സായി അദ്ദേഹം കോട്ടയത്ത് പഠിച്ചു. CMS സ്കൂൾ വരെ 30 കിലോമീറ്റർ നടന്ന് പഠിച്ച തൃഷണാശാലിയായ വിദ്യാർത്ഥിയായിട്ടാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ പരിചയപ്പെടുത്തുക. മഹാരാജാസ് കോളേജിൽ, അതുപോലെ തന്നെ അതിപ്പോഴത്തെ യൂണിവേഴ്സിറ്റി കോളേജാണ്, ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കി മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ SC സെമിനറി സ്കൂൾ അതിനെ കൂടുതൽ ഉജ്ജ്വലമായ ഒരു നിലയിലേക്ക് ഉയർത്തിയ പ്രതിഭാശാലിയായ ഒരു അധ്യാപകനും ദേശസ്നേഹിയുമാണ് ശ്രീ PV വർഗീസ്. അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതം നമുക്ക് വലിയ പ്രചോദനമായി നിൽക്കുന്നു. ഒട്ടനേകം പേർക്ക് അറിയപ്പെടാത്ത ഒരു ചരിത്ര വസ്തുതയായി ഈ പ്രതിഭാശാലിയുടെ പ്രചോദനാത്മകമായ ജീവിതം നിൽക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങളും സ്നേഹിതരും ദേശത്തിൻ്റെ സ്മരണയിലേക്കും ഓർമ്മയിലേക്കും വർത്തമാനകാലത്തേക്കും ഈ ആജ്ഞാശക്തിയുടെ ഈ ആൾരൂപത്തെ കാണുന്നതിന്, മനസ്സിലാക്കുന്നതിനൊരവസരം സൃഷ്ടിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. വ്യക്തിപരമായി എനിക്ക് വലിയ സന്തോഷവും ആത്മാഭിമാനവും ഈ കുടുംബാംഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുവാൻ സാധിക്കുന്നതിലുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾക്കും ഉജ്ജ്വലമായ നേതൃത്വത്തിനും അടിസ്ഥാനപ്പെടുത്തിയാണ്. വളരെ ക്ലേശകരമായ ജീവിത സാഹചര്യമുണ്ടായിരുന്ന ഒരു ചരിത്ര കാലഘട്ടത്തിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധത നേടിയ, വിദ്യ കൊണ്ട് ആർജിച്ചെടുത്ത ഒരു വലിയ കരുത്തിൻ്റെ പിൻബലത്തിൽ ഒരു ദേശത്തെ സ്വാധീനിക്കാൻ കഴിയുക, അറിവ് കൊണ്ട് അനേകരിലേക്ക് പടരുന്നതിന് സാധിച്ച ഒരു അമൂല്യ വ്യക്തിത്വമാണ്. മാർത്തോമ മലങ്കര സുറിയാനി സമുദായം അദ്ദേഹത്തിൻ്റെ ഈ ഉജ്ജ്വലമായ വ്യക്തിത്വത്തെ ഏറെ ശോഭയാർന്ന നിലയിൽ പ്രതിഷ്ഠിക്കുന്നതിന് അവസരങ്ങൾ നൽകി ബഹുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പാവനമായ ഓർമ്മയ്ക്ക് മുൻപിൽ
ഞാൻ പ്രാർത്ഥനാപൂർവമായ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. മാത്രവുമല്ല, മല്ലപ്പള്ളി പ്രദേശത്തിന് അദ്ദേഹം നൽകിയ വലിയ ഖ്യാതി, അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഉണ്ടായിട്ടുള്ള അനേക നന്മകൾ, അവ ഓരോന്നും ഞാൻ വിവരിക്കുന്നില്ല. അതെല്ലാം ഏറെ നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ തന്നെ ദേശത്തിന് നന്മ ചെയ്യുന്നതിന് പ്രകാരം രൂപപ്പെടുത്തിയെടുക്കുന്ന ജീവിതങ്ങൾ നമുക്കിനിയും ആവശ്യമുണ്ട് എന്നത് ഈ കാലഘട്ടം, ഈ വ്യക്തിത്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതേ, മഹാത്മാക്കളോടൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ഭാഗ്യമുണ്ടായ ഈ കുടുംബാംഗം, ഈ പ്രിൻസിപ്പൽ, ഈ അധ്യാപകൻ, ദേശസ്നേഹി കുടുംബാംഗം ശ്രീ പി വി വർഗീസ് BALT അവറുകൾ എല്ലാവരുടെയും മനസ്സിൽ പുതിയ സമ്പന്നതയുടെ, വിദ്യ കൊണ്ടുണ്ടാക്കുന്ന സമ്പന്നതയുടെ വലിയ നിറവിലേക്ക് പ്രവേശിക്കട്ടെ. എല്ലാ നന്മകൾക്കും ദൈവത്തോട് നന്ദി പറയാൻ നമുക്ക്. ഇപ്രകാരമുള്ള ഒരു പരിചയപ്പെടുത്തലിന് വേദിയും ക്രമീകരണങ്ങളും ഒരുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടും ഈ വലിയ മനുഷ്യൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ കരങ്ങൾ കൂപ്പി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചും ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മല്ലപ്പള്ളിക്കാരനായ പവത്തിക്കുന്നേൽ PV വർഗീസ് എന്ന വ്യക്തിയുടെ ഒരു ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മികവിനെക്കുറിച്ചും നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വളരെ സന്തോഷമുണ്ട്. മല്ലപ്പള്ളിയുടെ അഭിമാനമായിരുന്നു PV വർഗീസ് എന്ന വ്യക്തിത്വം. 1879 മുതൽ 1930 വരെ ഏതാണ്ട് 50 വർഷത്തോളം ജീവിച്ച് മല്ലപ്പള്ളിക്ക് വേണ്ടി അനേകം പ്രശസ്തി പത്രങ്ങൾ നേടിത്തന്ന ഒരു വ്യക്തിത്വമാണ് PV വർഗീസ് എന്ന് പറയുന്നത്. മല്ലപ്പള്ളിക്കാരൻ പൗവത്തിക്കുന്നൽ PV വർഗീസ് എന്ന BALTക്കാരൻ ഇന്ന് B.Ed എന്നറിയപ്പെടുന്ന ഫസ്റ്റ് ഡിഗ്രി ഹോൾഡർ എന്ന് തന്നെ വേണം പറയാൻ. മല്ലപ്പള്ളിക്കാർക്ക് എന്നും അഭിമാനിക്കാം. BA-ക്കാരുടെ നാട് എന്നാണ് മല്ലപ്പള്ളിയെക്കുറിച്ച് അറിയപ്പെടുന്നത് തന്നെ. തൻ്റെ പഠനകാലത്ത് മല്ലപ്പള്ളി മുതൽ കോട്ടയം വരെ നടന്നു പോയി പഠിച്ച ഒരു വ്യക്തിത്വം. വിദ്യാഭ്യാസത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം, ഇതൊക്കെയാണ് നമ്മൾക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അനേക കീർത്തികൾ ഇദ്ദേഹത്തിന് തിലകക്കുറിയായി ചാർത്തുവാനുണ്ട്. എടുത്തു പറയേണ്ടത് ഒന്നാണ് നമ്മുടെ മല്ലപ്പള്ളി മുതൽ തിരുവല്ല വരെയുള്ള മെയിൻ റോഡ്. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ അറിയപ്പെടേണ്ടതായ ഒരു റോഡാണ്. അദ്ദേഹത്തിൻ്റെ പേരിട്ട് തന്നെ ഒരു നോട്ടീസ് അച്ചടിച്ചത് ഇന്ന് നമ്മുടെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന TI ജോർജിൻ്റെ പക്കൽ ഉണ്ട്. അതുപോലെ തന്നെ മല്ലപ്പള്ളിയുടെ ഏക അല്ലെങ്കിൽ ചരിത്രത്തിലെ ആദ്യ ബൈപ്പാസ് എന്ന് പറയാവുന്ന ചെങ്ങരൂപ്പടി മുതൽ മങ്കുഴിപ്പടി വരെയുള്ള റോഡ് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് മല്ലപ്പള്ളി പഞ്ചായത്തിൽ. അദ്ദേഹം ശ്രീമൂല തിരുനാൾ പ്രജാസഭയിലെ ഒരു അംഗം കൂടിയായിരുന്നു. പ്രജാസഭയിൽ തൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ എപ്പോഴും പ്രാഗൽഭ്യം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. ശിഷ്യഗണങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ബന്ധം എന്നും സുദൃഢമായിരുന്നു. ആ ദൃഢമായ ബന്ധത്തിൽ അദ്ദേഹത്തിന് അനേകം ശിഷ്യഗണങ്ങളെ ലഭിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 5 ദശാബ്ദക്കാലം ഉള്ള ജീവിതം, ഒരു 100 വർഷത്തിൻ്റെ സംഭാവനകൾ നൽകിയിട്ടാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയത്. അദ്ദേഹത്തിൻ്റെ അവസാന കാലം മദ്രാസിൽ വെച്ചായിരുന്നു. അന്ന് വാഹന സൗകര്യങ്ങളും ഒന്നും ഇല്ലായിരുന്ന കാലത്ത് മദ്രാസ് ജനറൽ ഹോസ്പിറ്റലിൽ അദ്ദേഹം രോഗത്തിന് അടിമയായി കിടക്കുമ്പോൾ നാട്ടിൽ എത്തിക്കുവാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവിടെ വെച്ച് സ്ഥിരീകരിച്ച മരണം അവിടെ തന്നെ സംസ്കരിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനായ PV ഫിലിപ്പ് കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത്, അന്ന് മല്ലപ്പള്ളി കല്ലുപ്പാറ ഒന്നിച്ചായിരുന്നു പഞ്ചായത്ത്, ആ പഞ്ചായത്തിലെ ഭരണസമിതിയിലെ ഒരു അംഗമായിരുന്നു. അതിനുശേഷം മല്ലപ്പള്ളി പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ അവിടെ വൈസ് പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കാൻ അദ്ദേഹത്തിൻ്റെ മകന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്തായി അദ്ദേഹത്തിൻ്റെ ചെറുമകൾ
നോമ എന്നറിയപ്പെടുന്ന മേരിക്കുട്ടി ജോസഫ് മല്ലപ്പള്ളി പഞ്ചായത്തിൻ്റെ ഒരു ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയുടെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളുടെ പട്ടിക പറയുവാണെങ്കിൽ നമുക്ക് എണ്ണിത്തീരാൻ പറ്റാത്തതും നമുക്ക് അവിസ്മരണീയമായ പല കാര്യങ്ങളുമുണ്ട്. ഒരു ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന ഇദ്ദേഹത്തിൻ്റെ മുഖം അസാധാരണ പൗരുഷത്വത്തിൻ്റെ ഒരു പ്രതിരൂപമായിരുന്നു. എപ്പോഴും പ്രശാന്തവും തെളിഞ്ഞതുമായ ഒരു മുഖം അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് തന്നെ പറയാവുന്നതാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ കൈപിടിച്ച് വിദ്യാഭ്യാസ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിലും അദ്ദേഹം വളരെ മുൻപന്തിയിൽ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ അന്ത്യം 1930 ഫെബ്രുവരി 24-ന് 49-ാമത്തെ വയസ്സിൽ മദ്രാസ് ജനറൽ ഹോസ്പിറ്റൽ വെച്ചായിരുന്നു. എന്തുതന്നെ പറഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മല്ലപ്പള്ളിക്കാർക്ക് ഇന്നും അജ്ഞാതമാണ് എനിക്ക് തോന്നുന്നു. പക്ഷെങ്കിൽ പുതുതലമുറയിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ കാട്ടിയ ഈ സുമനസ്സിനെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇത് അനേകങ്ങളിലെ ഹൃദയങ്ങളിൽ ചുവട് പിടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളുന്ന ആളായിരുന്നു. പല പൊതുക്കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു റോഡ് ഇവിടെയുണ്ട്. ഇപ്പോൾ ചെങ്ങന്നൂർ മങ്കുഴി എന്ന പേരിൽ ഒരു റോഡ് 3 കിലോമീറ്റർ ഉള്ള ഒരു റോഡ് അദ്ദേഹം മുൻകൈ എടുത്ത് വെട്ടിച്ചതാണ്. ആ റോഡിൻ്റെ പേര് PV വർഗീസ് റോഡ് എന്നാണ്. ഇന്നും അന്ന് പേരിട്ടു, ഇപ്പോഴും ആ പേര് നിലനിൽക്കുന്നു. PV വർഗീസ് റോഡ്, ചെങ്ങന്നൂർ മങ്കുഴി എന്ന് പറയുന്നത്. ആ റോഡ് വെട്ടിയത് 1108 തുടങ്ങി 3-4 കൊല്ലം കൊണ്ട് പണി അതിൻ്റെ അന്നത്തെ രീതിയിലുള്ള പൂർത്തീകരണം നടന്നു. അദ്ദേഹം നമ്മുടെ ശ്രീമൂലം തിരുനാൾ ഏർപ്പെടുത്തിയ പ്രജാസഭയിലെ ഒരംഗമായിരുന്നു. അത് 85-ാം നമ്പറായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആശുപത്രി, ചന്ത മുതലായവ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹവും പങ്കെടുത്തിരുന്നു. അദ്ദേഹവും എന്ന് പറഞ്ഞാൽ അദ്ദേഹം അധ്യാപകനായിട്ട് മുഖ്യ ജോലി അധ്യാപനമായിരുന്നുകൊണ്ട് പലപ്പോഴും ഒക്കെ വന്ന് ഇതിൻ്റെ കൂടെ കൂടും. ആശുപത്രിയുടെ പണിയിലും ചന്തയുടെ നിർമ്മാണത്തിലുമൊക്കെ വന്ന് കൂടുക പതിവായിരുന്നു. ഒരു പൊതുക്കാര്യ പ്രസക്തൻ എന്നുള്ള നിലയിൽ മുൻപന്തിയിൽ ആ കാലത്ത് നിന്ന ആളാണ്. പൗത്തിക്കുന്നേൽ ശ്രീ PV വർഗീസ് BALT. പൗത്തിക്കുന്നേൽ ശ്രീ തൊമ്മി വർഗീസിൻ്റെയും ഏലിയാമ്മയുടെയും മകനായി 1879 മല്ലപ്പള്ളിയിൽ ജനിച്ചു. 28 ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. ശൈശവം മുതൽ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ആ പൈതൽ വളർന്ന് BALTക്കാരനായതും പ്രഗത്ഭനായ ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ ആയിത്തീർന്നതും. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്നാണ് ഗണിതശാസ്ത്രത്തിൽ അദ്ദേഹം ബിരുദം സമ്പാദിച്ചത്. ആ കാലത്ത് സയൻസിനും ആർട്സിനും പൊതുവിൽ BA ബിരുദം മാത്രമാണ് നൽകിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കോളേജ് അധ്യാപകരിൽ യൂറോപ്യന്മാരും ഉണ്ടായിരുന്നു. ആംഗല ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ അസാമാന്യ കഴിവിന് പുറകിൽ അവരുടെ സ്വാധീനമുണ്ട്. മദ്രാസിൽ നിന്നും LT ബിരുദം സമ്പാദിച്ച ആദ്യ മല്ലപ്പള്ളിക്കാരൻ അദ്ദേഹമായിരുന്നു. കോട്ടയം MD സെമിനാരി ഹൈസ്കൂളിലാണ് അദ്ദേഹം അധ്യാപകനായി ജോലി ആരംഭിക്കുന്നത്. പിൽക്കാലത്ത് വട്ടശ്ശേരിൽ മാർ ദിവന്നാസോസ് തിരുമേനി ആയിത്തീർന്ന വട്ടശ്ശേരിൽ മൽപ്പാൻ അച്ഛൻ മാനേജരും പിൽക്കാലത്ത് പ്രഗത്ഭ പത്രപ്രവർത്തകനായിത്തീർന്ന ശ്രീ KC മാമൻ മാപ്പിള ഹെഡ് മാസ്റ്ററും ആയിരുന്നു. തിരുവല്ല SES ഹൈസ്കൂളിലെ രണ്ടാമത്തെ ഹെഡ് മാസ്റ്ററായിരുന്ന മല്ലപ്പള്ളി കയ്യാലാത്ത ശ്രീ KV ചാക്കോ BALTയുടെ കാലത്താണ് ശ്രീ PV വർഗീസ് സാർ ഗണിതശാസ്ത്ര അധ്യാപകനായി അവിടെ ജോലിയിൽ പ്രവേശിച്ചത്. അക്കാലത്ത് തിരുവല്ലയിലെ SESലും MGMലുമായി മല്ലപ്പള്ളിക്കാരായ പ്രഗത്ഭ അധ്യാപകർ പഠിപ്പിച്ചിരുന്നു. കയ്യാലാത്ത ശ്രീ KV ചാക്കോ, പൗത്തിക്കുന്നേൽ ശ്രീ PV വർഗീസ്, വട്ടശ്ശേരിൽ ശ്രീ VA വർഗീസ്, ഈഴോമുറിയിൽ ശ്രീ IET എന്നീ BALTക്കാർ മല്ലപ്പള്ളിയുടെ യശസ് വർദ്ധിപ്പിച്ചവരാണ്. BAക്കാരുടെ നാട് എന്ന് മല്ലപ്പള്ളി അറിയപ്പെട്ടു. PV വർഗീസ് സാർ പ്രിൻസിപ്പലായിരിക്കും കാലം
തിരുവിതാംകൂർ രാജ്യത്തെ വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ACS ഹൈസ്കൂളിൽ സന്ദർശനം നടത്തി. അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. അസംബ്ലി സമയത്ത് കുട്ടികളാരോ ചിരിക്കുവാനിടയായി. അതിൽ രോഷാകുലനായ സായിപ്പ് ഒരു ഗർജനത്തോടെ സ്കൂൾ വരാന്തയുടെ തറയിൽ തൻ്റെ ബൂട്ടിട്ട് ശക്തമായി ചവിട്ടി. അവിടെ ഉണ്ടായിരുന്ന തറയോട് പൊട്ടിപ്പോയി. കുട്ടികളും അധ്യാപകരും നടുങ്ങി. സായിപ്പ് PV വർഗീസ് സാറിനെ നോക്കിയപ്പോൾ അദ്ദേഹം യാതൊന്നും സംഭവിച്ചില്ല എന്ന ഭാവത്തിൽ ശാന്തഗംഭീരനായി നിലകൊള്ളുന്നു. ഈ മനക്കരുത്തും അചഞ്ചല സ്വഭാവവും സായിപ്പിനെ അത്ഭുതപ്പെടുത്തി. ഒരിക്കൽ വിദ്യാർത്ഥി സമരകാലത്ത് തിരുവല്ലയിൽ തന്നെയുള്ള ഒരു ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ SESലെ വിദ്യാർത്ഥികളെ സമരത്തിനിറക്കും എന്ന തീരുമാനമെടുത്തുകൊണ്ട് സ്കൂളിലേക്ക് സമരജാഥയായി കടന്നു വന്നു. SES ജംഗ്ഷനിൽ ഇന്നുള്ള വലിയ ഗേറ്റിൻ്റെ സ്ഥാനത്ത് അന്നുണ്ടായിരുന്ന ചെറിയ ഗേറ്റിന് മുമ്പിലായി ശ്രീ PV വർഗീസ് സാർ ഒരു തലേക്കെട്ടുമായി നിലകൊണ്ടു. സഹായവുമായി കടന്നു വന്നവരെ അദ്ദേഹം പിന്തിരിപ്പിച്ചു. അന്നത്തെ SES കവലയിലെ ജനങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടു നിന്നു. SESനെ ലക്ഷ്യമിട്ട് വന്ന സമരക്കാർ ഗേറ്റിന് മുമ്പിൽ നിൽക്കുന്ന 6.25 അടി ഉയരവുമുള്ള ആജാനബാഹുവായ PV വർഗീസ് സാറിനെ കണ്ടപ്പോൾ മെയിൻ റോഡിലൂടെ നേരെ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുവാൻ പോലും അവർ ധൈര്യപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ എക്കാലവും ജ്വലിച്ചു നിന്ന ആജ്ഞാശക്തിക്ക് മുമ്പിൽ അവർ തലകുനിച്ച് കടന്നുപോയി. ഈ സംഭവം ആ കാലത്തെ തിരുവല്ലയിലെ പൗരാവലിയുടെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. 1911 അദ്ദേഹം SESലെ ഹെഡ് മാസ്റ്ററായി ഉയർത്തപ്പെട്ടു. SESൻ്റെ 4ാമത്തെ ഹെഡ് മാസ്റ്റർ. 1928 വരെയുള്ള 17 വർഷക്കാലം അദ്ദേഹം ഹെഡ് മാസ്റ്റർ പദവിയിൽ വഹിച്ചു. ആ കാലത്തെ SESൻ്റെ സുവർണകാലം എന്ന് കണക്കാക്കാം. ഇപ്പോൾ സ്കൂളിലെ മുൻ ഹെഡ് മാസ്റ്റർമാരുടെ ഫോട്ടോകൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ പടവും അവിടെയുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നും വന്ന ഒരു പ്രഗത്ഭ സായിപ്പിനെ പൗത്തിക്കുന്നേൽ തറവാട്ടിലെത്തിച്ച ഒരു സംഭവമുണ്ട്. മല്ലപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയുടെ അംഗീകാരത്തിൻ്റെ ഭാഗമായുള്ള പഠനം നടത്താൻ വന്ന കോർട്ട് ഫിസിഷ്യൻ, കൊട്ടാരം വൈദ്യനായിരുന്നു അതെന്ന് മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നെടുങ്ങാടപ്പള്ളിയിലെ തോട്ടിന് മുകളിൽ പാലമില്ലാത്തൊരു കാലം. ആ ഭാഗത്ത് റോഡ് തോട്ടിലേക്ക് ചാഞ്ഞ് ഇറങ്ങി മറുകരയിലേക്ക് കയറുന്ന രീതിയിലായിരുന്നു കിടന്നിരുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും റാന്നി ഭാഗത്തേക്ക് കാളവണ്ടികൾ പോകാൻ തക്ക രീതിയിൽ പരിഷ്കരിക്കുന്ന കാലമായിരുന്നു. സായിപ്പ് വന്ന കാർ നെടുങ്ങാടപ്പള്ളി തോട്ടിലിറക്കി മറുകര തള്ളിക്കയറ്റി സായിപ്പിന് സൗകര്യമൊരുക്കാൻ നാട്ടുകാരുടെ വലിയ സഹായം ഉണ്ടായിരുന്നു. PV വർഗീസ് സാറിൻ്റെ ആംഗല ഭാഷാ പരിജ്ഞാനം സായിപ്പന്മാരെ ആകർഷിക്കാൻ വളരെ സഹായിച്ചിരുന്നു. മാരാമൺ കൺവെൻഷനിൽ പരിഭാഷനായി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ഭാഷാശൈലി അസാമാന്യമായിരുന്നു. കേരളത്തിലെ നിയമനിർമ്മാണ സഭകളുടെ ചരിത്രം ശതാബ്ദി സ്മരണീയ എന്ന പേരിൽ 1990 പ്രസിദ്ധീകരിച്ചു. 1889 മുതൽ 1988 വരെയുള്ള ചരിത്രം, തിരുവിതാംകൂറിലെ നിയമസഭാ ചരിത്രവും അതിലുണ്ട്. തിരുവിതാംകൂർ രാജ്യത്തെ നിയമനിർമ്മാണ സഭ പ്രജാസഭ എന്ന പേരിൽ അറിയപ്പെട്ടു. 1908 തിരുവിതാംകൂർ പ്രജാസഭയിൽ PV വർഗീസ് സാർ അംഗമായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭരിൽ നിന്നുള്ള നോമിനേറ്റഡ് അംഗമായിരുന്നു അദ്ദേഹം. ഒരു സമ്മേളന കാലത്ത് മാതൃഭാഷാ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായിരുന്നു. അക്കാലത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജഗോപാലാചാരി തൻ്റെ ഉറ്റമിത്രം കൂടിയായ PV വർഗീസ് സാറിന് ഇന്നത്തെ കളക്ടർക്ക് തുല്യമായ പേഷ്കാർ സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും തൻ്റെ അഭിരുചിക്ക് അനുസരണമായ അധ്യാപക ജോലിയിൽ തുടരാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഒരിക്കൽ SESൻ്റെ 1ാം നിലയിൽ തീപിടുത്തമുണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തീത്തൂസ് പ്രഥമൻ തിരുമേനിയെ തൻ്റെ കരങ്ങളിലെടുത്ത് രക്ഷിക്കാൻ ശ്രീ PV വർഗീസ് സാറിന് കഴിഞ്ഞു. മർത്തമാ സഭയുടെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായ ഒരു സാമുദായിക നേതാവും കൂടെ ആയിരുന്നു അദ്ദേഹം. നാടിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വ്യവസായ താൽപ്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. തിരുവല്ല മല്ലപ്പള്ളി പ്രദേശങ്ങളുടെ വികസനത്തിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വം വിലപ്പെട്ടതായിരുന്നു. തിരുവല്ലയിൽ നിന്നും പായിപ്പാട് കുന്നന്താനം വഴി മല്ലപ്പള്ളിയിലേക്കുള്ള റോഡിൻ്റെ നിർമ്മാണത്തിന് കഠിന ശ്രമം നടത്തിയവർ ശ്രീ PV വർഗീസ് സാറും ശ്രീ VA വർഗീസ് സാറുമായിരുന്നു. തിരുവല്ല സെൻറ് തോമസ് ട്രെയിനിങ് സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരിക്കുമ്പോഴാണ് അദ്ദേഹം രോഗബാധിതനായത്. വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മദ്രാസിലെത്തിച്ചു. ഡോക്ടർ കേണൽ മാക്കൻസൻ്റെ ചികിത്സയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നിർഭാഗ്യത്താൽ
അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ പോയി. 1930 ഫെബ്രുവരി 24 അദ്ദേഹം നിര്യാതനായി. മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും സമീപത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇടയാറന്മുള ആനിക്കാട്ട് കുടുംബാംഗമായ സാറാമ്മയായിരുന്നു. രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ മദ്രാസിലെ പ്രമുഖരായ അനേകം മലയാളികൾ അദ്ദേഹത്തെ സന്ദർശിക്കുകയും രോഗക്കിടക്കയിൽ ചെന്ന് സന്ദർശിക്കുകയും ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്ത അനവധി ആളുകളുടെ കൂട്ടത്തിൽ ഡോക്ടർ കെ സി ചാക്കോ, ഡോക്ടർ കെ ടി മാത്യു, ഡോക്ടർ പി കെ കോശി, ഡോക്ടർ പി വി കുരുവള, ടൈറ്റസ് വർഗീസ്, കെ എം ചെറിയാൻ, ജോർജ് ജോസഫ്, എം എ പോൾ, ടി ഐ പുന്നൻ, ജോൺ കുര്യൻ ആദിയായി പല മാന്യന്മാരും, മിസസ് ചാക്കോ ആദിയായ പല മഹതികളും ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ രോഗവിവരവും മരണവും മലയാള മനോരമ പത്രത്തിൽ വളരെ പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിച്ചിരുന്നു. 6.25 അടി ഉയരവും ആചാനബാഹുവുമായിരുന്ന പി വി വർഗീസ് സാറിൻ്റെ നിര്യാണം ആകസ്മികമായിരുന്നു. 1930 ജാനുവരി മുതൽ അദ്ദേഹം രോഗബാധിതനായിരുന്നു. 2 മാസക്കാലം അദ്ദേഹം കോട്ടയത്തുള്ള മാത്യുവിൻ്റെ ആശുപത്രിയിൽ ചികിത്സയിലും അതിനുശേഷം അദ്ദേഹത്തെ ബ്രിട്ടീഷ് പ്രസിഡൻസിയുടെ ആസ്ഥാനമായിരുന്ന ഇന്നത്തെ ചെന്നൈയിലുള്ള ജനറൽ ആശുപത്രിയിലുമാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് മലയാള മനോരമ വിശദമായി അവരുടെ പത്രത്തിൽ എഴുതുകയുണ്ടായി. അതിപ്രകാരമാണ്: ശനിയാഴ്ച രാത്രി മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ ക്രമാതീതമായ വർധനവുണ്ടാവുകയും മരണത്തിൻ്റെ ലക്ഷണങ്ങൾ മിക്കവാറും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുകയാൽ അസഹനീയമായി കാണപ്പെട്ട വേദന ശമിപ്പിക്കുവാൻ വേണ്ടി മോർഫിൻ കുത്തിവെക്കുകയും ആ സമയം മുതൽ മിക്കവാറും ബോധരഹിതനായി കിടക്കയെ അവലംബിക്കുകയുമാണ് ചെയ്തത്. രാത്രിയും പകലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ തന്നെ ഇരിക്കുന്നതിന് പ്രത്യേക അനുവാദത്തോടുകൂടി പുത്രന്മാർ 2 പേരും സന്ദർശനത്തിനായി അനുവദിച്ചിട്ടുള്ള സമയങ്ങളിൽ തൻ്റെ ഭാര്യയും പെൺമക്കളും മറ്റു കുഞ്ഞുങ്ങളും ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ സമീപത്ത് തന്നെ ഇരുന്നു. കൂടാതെ ദിവസവും അനവധി ആളുകൾ അദ്ദേഹത്തെ സന്ദർശിച്ചു കൊണ്ടുവരുന്നു. ഡോക്ടർമാരും നഴ്സുകളും മറ്റും വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നതിന് സദാ ബദ്ധശ്രദ്ധരായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി, അതായത് 1930 ഫെബ്രുവരി മാസം 24-ാം തീയതി, അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇഹലോകവാസം വെടിയുകയാണുണ്ടായത്. മരണാനന്തരം ശവശരീരം അതിമനോഹരമായ പെട്ടിയിലാക്കിയിട്ട് കുടുംബാംഗങ്ങൾ താമസിച്ചിരുന്ന വസതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ രാത്രിയിൽ അവിടെ തന്നെ വെച്ചു. 25-ാം തീയതി രാവിലെ 7 മണിക്ക് ദിവ്യശ്രീ പൗലോസ് കത്തനാൾ അവറുകൾ പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷകളും നടത്തിയ ശേഷം മൃതശരീരം വസതിയിൽ നിന്ന് എടുപ്പിച്ചു ഷമാഷിൻ്റെയും മറ്റനവധി ജനങ്ങളുടെയും അകമ്പടികളുടെ ഘോഷയാത്രയായി കിൽപോക്കിലുള്ള പബ്ലിക് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പ്രത്യേകമായി തയ്യാർ ചെയ്തിരിക്കുന്ന കല്ലറയിൽ സകല കുദാശകളും കഴിഞ്ഞ ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ അടക്കം ചെയ്തു. വളരെക്കാലം തിരുവല്ല ശ്രീ ക്രിസ്ത്യൻ സെമിനാരി ഹെഡ് മാസ്റ്ററായും കഴിഞ്ഞ കുറേ കാലം പ്രിൻസിപ്പാൾ എന്ന പേരോടുകൂടി സ്കൂളിൻ്റെ ഭരണാധികാരത്തിൽ നിന്ന് വിമുക്തനായി അധ്യാപകനുമായിരുന്ന മിസ്റ്റർ പി വി വർഗീസ് BALT ഇന്നലെ വൈകുന്നേരം മദ്രാസിലെ ജനറൽ ആശുപത്രിയിൽ നിര്യാതനായ വിവരം വ്യസന സമേതം പ്രസ്താവിച്ചുകൊള്ളുന്നു. മിസ്റ്റർ വർഗീസിൻ്റെ ജാമാതാവായിരുന്ന പരേതനായ ഡോക്ടർ അലക്സാണ്ടറുടെ മരണം പ്രമാണിച്ചുള്ള വിദേശയാത്രയുടെയും മാനസിക ക്ലേശങ്ങളുടെയും ഫലമായിട്ടായിരിക്കണം ഇവിടെ മടങ്ങിയെത്തിയപ്പോൾ മുതൽ ശാരീരിക അസ്വസ്ഥ്യം ആരംഭിച്ചത്. 1-2 മാസം കോട്ടയത്ത് ആശുപത്രിയിൽ ഡോക്ടർ മാത്യുവിൻ്റെ ചികിത്സയിൽ താമസിച്ച ശേഷം ദീന ചികിത്സാർത്ഥം മദ്രാസിലേക്ക് പോവുകയും അവിടെ വെച്ച് ഈ അത്യാഹിതം സംഭവിക്കുകയുമാണ് ചെയ്തത്. മിസ്റ്റർ വർഗീസ് SC സെമിനാരിയിൽ വളരെക്കാലം പ്രധാനാധ്യാപകനും മർത്തോമ സുറിയാനി സമുദായത്തിലെ ഒരു നേതാവും വ്യവസായ സംബന്ധമായി മറ്റു സംഗതികളിൽ ശ്രദ്ധ പതിപ്പിച്ച ഒരു പൊതുപ്രവർത്തകനും സുപ്രസിദ്ധനും ആയിരുന്നു. വളരെ ആളുകളുടെ സ്നേഹബഹുമാനങ്ങൾക്ക് പാത്രീഭവിച്ചിരുന്ന ഒരാളുമാണ്. മിസ്റ്റർ വർഗീസിൻ്റെ രോഗസ്ഥിതിയെപ്പറ്റി മദ്രാസിൽ നിന്ന് താഴെ കാണുന്ന കുറിപ്പ് ഇന്നേ ദിവസം സ്വന്തം ലേഖയിൽ നിന്ന് ഇവിടെ കിട്ടി. മദ്രാസ് 23/3/30 സ്ഥലം ജനറൽ ആശുപത്രിയിൽ സൂക്കേടായി കിടക്കുന്ന SC സെമിനാരി പ്രിൻസിപ്പൽ പി വി വർഗീസ് BALT അവരുടെ രോഗസ്ഥിതി ആശങ്കാജനകമായിരിക്കുന്നു. ഡോക്ടർ മാർക്കസിൻ്റെയും ഡോക്ടർ ബ്രാഡ്ഫീൽഡിൻ്റെയും പ്രത്യേക പരിശോധനയ്ക്ക് ശേഷം ശാസ്ത്രക്രിയ ചെയ്യുവാൻ പാടില്ലാത്ത വിധം രോഗം അധീകരിച്ചു പോയി എന്നും എക്സ്റേ ചികിത്സ കൊണ്ട് തന്നെ പൂർണ്ണസുഖം കിട്ടുമോ എന്നുള്ള കാര്യം സംശയാസ്പദമാണെന്നും അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നതായി അറിയുന്നു. മിസ്റ്റർ വർഗീസിൻ്റെ ഭാര്യയും മക്കളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ചാർച്ചക്കാരും സ്നേഹിതന്മാരും മറ്റും ദിവസവും അദ്ദേഹത്തെ സന്ദർശിച്ചു വരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സുറിയാനിപ്പള്ളി വികാരി ദിവ്യശ്രീ പൗലോസ് കത്തനാർ അവർകൾ ആശുപത്രിയിലെത്തി രോഗിയുടെ തൈലാഭിഷേകം എന്ന ശുശ്രൂഷ നടത്തുകയും രോഗിക്ക് വിശുദ്ധ കുർബാന നൽകുകയും ചെയ്തു. ഒരു മഹാചരമം എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ 25 വർഷത്തോളം SC സെമിനാരി ഹൈസ്കൂൾ സഹായ അധ്യാപകനായും ഹെഡ്മാസ്റ്ററായും ഒടുവിൽ പ്രിൻസിപ്പാളായും ഏറ്റവും വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്ത് അസംഖ്യം ശിഷ്യ സമൂഹത്തിൻ്റെയും സഹായ അധ്യാപകന്മാരുടെയും സമുദായ ഭാരവാഹികളുടെയും മറ്റും നാനാമുഖങ്ങളിൽ പരിചിതരായ അനേകരുടെയും അഗേതവുമായ സ്നേഹാദരങ്ങൾക്ക് പാത്രമായ മിസ്റ്റർ PV വർഗീസ് BALT ഇന്നലെ 3 മണിക്ക് മദ്രാസ് ജനറൽ ആശുപത്രിയിൽ വെച്ച് നിര്യാതനായ ദുഃഖവർത്തമാനം കമ്പി മൂലം ഇവിടെ അറിവ് കിട്ടിയ ഉടനെ ദുഃഖസൂചകമായി സിറിയൻ ക്രിസ്ത്യൻ സെമിനാരിയിൽ മണിനാഥം മുഴക്കുകയും പരേതൻ്റെ കുടുംബക്കാരെയും സഭാധ്യക്ഷന്മാരെയും വിവരം അറിയിക്കുകയും സെമിനാരിക്ക് ഇന്നത്തേക്ക് അവധി കൊടുക്കുകയും ചെയ്തു. സെമിനാരിയിലെ അധ്യാപകന്മാരും അധ്യേതാക്കളും ഒരു യോഗം കൂടി പാട്ട്, പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ആക്ടിംഗ് ഹെഡ്മാസ്റ്റർ മിസ്റ്റർ AV മാമൻ BALT സമര്യ പുരുഷനിൽ വിളങ്ങിയിരുന്ന വിശിഷ്ട ഗുണങ്ങളെയും അദ്ദേഹം മൂലം ഇതപര്യന്തം സെമിനാരിക്ക് ലഭിച്ചിട്ടുള്ള അനേക നന്മകളെയും ക്രോഡീകരിച്ച് എത്രയും ഹൃദയസ്പർശകമായ വിധത്തിൽ ഒരു പ്രസംഗം ചെയ്തു. ഒടുവിൽ മിസ്റ്റർ KM എബ്രഹാം BALTയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം യോഗം പിരിഞ്ഞു. 1930 ഫെബ്രുവരി 25 മദ്രാസിലെ കിൽപോക്ക് സെമിത്തേറിയിൽ ക്രിസ്തീയ മതാചാരപ്രകാരം ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ ശരീരം സംസ്കരിക്കപ്പെട്ടു. മദ്രാസിലെ അനവധി മലയാളികൾ ആ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുകയുണ്ടായി. തിരുവല്ല, ഇരവിപേരൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ദുഃഖസൂചകമായി ഫെബ്രുവരി 25 അവധി നൽകിയിരുന്നു. തുടർ ദിവസങ്ങളിൽ സ്കൂളുകളിൽ അനുശോചന യോഗങ്ങൾ നടക്കുകയും ചെയ്തു. ഒരു അനുശോചന യോഗം. സ്വന്തം ലേഖകൻ, കല്ലൂപ്പാറ, കുംഭം 15. SC സെമിനാരി സ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ PV വർഗീസിൻ്റെ അകാല നിര്യാണത്തിലുള്ള ദുഃഖത്തെ രേഖപ്പെടുത്തുന്നതിനായി ഇരവിപേരൂർ ഇംഗ്ലീഷ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു വിശേഷാൽ യോഗം ഇന്നലെ ഉച്ചകഴിഞ്ഞ് സ്കൂളിൽ വെച്ച് ഹെഡ്മാസ്റ്റർ മിസ്റ്റർ CP തോമസ് BALTയുടെ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി. ആദ്യമായി അധ്യക്ഷൻ്റെ പ്രാരംഭ പ്രസംഗവും മിസ്റ്റർ PM സ്കറിയ BAയുടെ സങ്കടോദ്യോതകവും സന്ദർഭോചിതവുമായ പ്രസംഗവും കഴിഞ്ഞ് സെമിനാരി പ്രവർത്തകന്മാർ, കുടുംബാംഗങ്ങൾ എന്നിവരോടൊപ്പം തങ്ങളും അനുശോചിച്ചും വിവരം സ്കൂൾ പ്രവർത്തകന്മാരെയും കുടുംബാംഗങ്ങളെയും അറിയിക്കുന്നതിന് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയും യോഗം പിരിഞ്ഞു. ഈ ചരമം പ്രമാണിച്ച് ഇരവിപേരൂർ ഇംഗ്ലീഷ് ഹൈസ്കൂളിനും സെന്റ് മേരീസ് ഇംഗ്ലീഷ് ഗേൾസ് സ്കൂളിനും ഇന്നലെ ഉച്ചകഴിഞ്ഞ് അവധി നൽകിയിരിക്കുന്നു. ആ ഗുരുശ്രേഷ്ഠൻ്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ശ്രീ PV വർഗീസ് BALT, അദ്ദേഹത്തെപ്പറ്റി ഞാൻ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ഒരു കാലത്ത് ഈ തിരുവല്ല, മല്ലപ്പള്ളി ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന പ്രഗത്ഭരായ വ്യക്തികളിൽ അഗ്രഗണ്യനാണ്. അന്ന് നാട്ടിൽ സ്കൂളുകൾ കുറവ്, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവ്. ഈ സമയങ്ങളിൽ BALTക്കാർ വളരെ കുറവായിരുന്നു. ആ സമയത്ത് ഞാനിത് കേൾക്കാനിടയായത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കാനിടയാക്കിയത് ഇദ്ദേഹത്തെക്കുറിച്ചും ഒക്കെ ഞാൻ മല്ലപ്പള്ളിയിലെ പ്രഗത്ഭരായ വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ PV വർഗീസ് അന്നത്തെ MLC ആയിരുന്നു. അതുപോലെ മല്ലപ്പള്ളിയിൽ നെടുങ്ങാടപ്പള്ളിയിൽ വക്കീൽ എന്ന് പറയുന്ന ഒരു MLCയും ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രഗത്ഭരായ വ്യക്തികളെ ദാനം ചെയ്തിട്ടുള്ള സ്ഥലമാണ് മല്ലപ്പള്ളി. അപ്പം മിസ്റ്റർ വർഗീസ് സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നല്ല ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ MD സ്കൂളിൽ കോട്ടയത്ത് അദ്ദേഹവും കണ്ടത്തിൽ മാമൻ മാപ്പിളയും മറ്റും ഒരുമിച്ച്
അധ്യാപകരായി ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ്. അതിനുശേഷം നമ്മുടെ ശ്രീ പി വി വർഗീസ് 1911 മുതൽ SC ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. മാത്രമല്ല അദ്ദേഹം അവിടുത്തെ പ്രധാന അധ്യാപകനും ആയി ദീർഘനാൾ സേവനമനുഷ്ഠിച്ചു. അന്ന് വിരലിൽ എണ്ണാവുന്ന സ്കൂളുകളിൽ പ്രഥമാധ്യാപകൻ എന്ന് പറയുന്നത് വളരെ അസുലഭമായ ഒരു സ്ഥാനവും മാത്രമല്ല അംഗീകാരം കൂടിയാണ്. അതുപോലെ അദ്ദേഹത്തിന് MLC മെമ്പർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരുന്നത് വളരെ വളരെ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നതിനുള്ള മാർഗം കൂടി ആയിരുന്നു. അതുപോലെ പണ്ട് തിത്തൂസ് ഒന്നാമൻ തിരുമേനി SC സ്കൂളിൻ്റെ മുകളിൽ കിടന്ന് രാത്രിയിൽ ഉറങ്ങിയപ്പോൾ ആ കെട്ടിടത്തിന് തീ പിടിക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തെ വാരിയെടുത്തുകൊണ്ട് പോയത് മിസ്റ്റർ പി വി വർഗീസ്, ആ സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു, അദ്ദേഹമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രഥമസഭ എക്കാലവും കടംപെട്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടാണ്. സഭാസ്നേഹം, വിദ്യാർത്ഥികളോടുള്ള സ്നേഹം, നാടിനോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാം ഒത്തുചേരുന്ന വ്യക്തികളിൽ ചുരുക്കമാണ്. ആ ഒരു വലിയ മഹൽ വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നെന്ന് അറിഞ്ഞതിൽ അതിൽ ഭാഗഭാക്കാകുവാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. താങ്ക് യു. വല്യപ്പച്ചനെ കുറിച്ച് മുതിർന്നവരിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നത് അപ്പച്ചൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ധനസഹായം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് സഹായിക്കുകയും അവരുടെ പഠനശേഷം സർക്കാർ ഉദ്യോഗം നേടിക്കൊടുത്തിരുന്നു. അപ്പച്ചൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് SC സെമിനാരിയിലെ ഹെഡ് മാസ്റ്ററായിട്ടിരിക്കുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെയും പലരും വിവരിച്ച് കേട്ടിട്ടുണ്ട്. ആ സംഭവങ്ങൾ കൂടെ അദ്ദേഹത്തെ പോലെ ഒരു മഹാനായ വ്യക്തി ആ കാലത്തുണ്ടായിരുന്നില്ല എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. തെറ്റിനെ അല്പം പോലും സ്നേഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഇവിടെ ഈ കാണുന്ന വീട് തന്നെ അപ്പച്ചൻ ഉണ്ടാക്കിച്ചതാണ്. അതിന് മുൻപുണ്ടായിരുന്ന വീട് 4 വശവും എന്താ പറയുന്നത് തോട് പോലെ കുഴിച്ചിട്ട് അതിൻ്റെ മധ്യ ഉണ്ടായിരുന്ന വീടാണ്. അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ വട്ടശ്ശേരി തിരുമേനി പറഞ്ഞു, കുഞ്ഞെ നീ അത് പൊളിക്കരുത്, നീ അത് തെറ്റാണ് കാണിക്കുന്നത്. എന്നാൽ അപ്പച്ചൻ്റെ ആഗ്രഹം അങ്ങനെയല്ലായിരുന്നു. ഒരു നല്ല വീട് വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് അപ്പച്ചനാണ് അറയും വരെയും വിലയ്ക്ക് മേടിച്ചു കൊണ്ടുവന്ന് ഒരു നല്ല വീട്, അന്നത്തെ കാലത്തെ നല്ല വീട് വയ്ക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ വെച്ച വീടാണ് ഇന്നും ഇരിക്കുന്നത്. ഒരു സ്ത്രീ തൻ്റെ ചുമട് എടുത്തും കൊണ്ട് പോകുമ്പോൾ ആ ചുമട് താങ്ങാൻ അവർക്ക് പ്രയാസമായതിനാൽ സ്വന്തം തലയിൽ വെച്ചുകൊണ്ട് അവരുടെ വീട് വരെ കൊണ്ടു കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അത്രമാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും പാവങ്ങളെ കരുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതാണ് ഇന്നും ആ പൗത്തിക്കുന്ന കുടുംബത്തിനുള്ള ഐശ്വര്യം. അപ്പച്ചൻ്റെ കാലത്താണല്ലോ ഈ മല്ലപ്പള്ളി തിരുവല്ല റോഡുണ്ടായതും അതുപോലെ നാം കേൾക്കുന്ന പോലെ തന്നെ ചെങ്ങന്നൂരിൽ നിന്ന് മങ്കുഴിപ്പടി വരെയുള്ള ഒരു ബൈപ്പാസ് റോഡ് ഉണ്ടാകുവാനും കാരണം മാരാമൺ കൺവെൻഷനും മല്ലപ്പള്ളി കൺവെൻഷനെ ഇവിടെ നടത്താതിരിക്കാൻ നോക്കിയപ്പോൾ ഒരു കാലത്ത് ആരൊക്കെയോ അല്ല, മല്ലപ്പള്ളി കൺവെൻഷനല്ല, വേർപാടുകാരുടെ കൺവെൻഷൻ നടത്താനായിട്ട് ആഗ്രഹിച്ചപ്പോൾ മറ്റുള്ള കുടുംബക്കാരതിനെ എതിർത്തപ്പോൾ പാടില്ല, അത് നടന്നുകൊള്ളട്ടെ എന്ന് അവരെ ശാസിക്കുകയും അങ്ങനെ അത് നടക്കുവാനിടയാകുകയും ചെയ്തതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ ആത്മീയ സന്തോഷം വളരെ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. ആത്മീയമായിട്ട് മുൻപോട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോക്കും വരവും എല്ലാം. അതുകൊണ്ട് ജീവിച്ച കാലത്തോളം
ദൈവകൃപ ധാരാളമുണ്ട്. മല്ലപ്പള്ളി എന്ന കുഗ്രാമത്തിൽ നിന്ന് ശ്രീമൂലം തിരുനാൾ പ്രജാസഭയിൽ വരെ എത്തിയ മഹാനായിരുന്നു ശ്രീ പി വർഗീസ്. നിരവധി പ്രവർത്തനങ്ങൾക്ക് മല്ലപ്പള്ളിയിൽ നേതൃത്വം നൽകി ആധുനിക മല്ലപ്പള്ളിയുടെ സൃഷ്ടാവാണ് ശ്രീ പി വർഗീസ്. ഇന്നത്തെ താലൂക്ക് ആശുപത്രി തിരുവിതാംകൂർ ഗവൺമെൻറ് നിന്ന് കേൾപ്പി ചികിത്സയോട് കൂടിയ ഡിസ്പെൻസറിയായി അന്ന് അനുവാദം വാങ്ങി മല്ലപ്പള്ളി ചന്തയിൽ യാഥാർത്ഥ്യമാക്കി. 1888 സ്ഥാപിതമായ ശ്രീമൂലം തിരുനാൾ പ്രജാസഭ ഭാരതത്തിലെ തന്നെ ആദ്യത്തെ നിയമനിർമ്മാണ സഭകളിൽ ഒന്നാണ്. അതിൽ 1918 ട്രാവൻകൂർ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത അംഗമായിരുന്നു പി വി വർഗീസ്. അദ്ദേഹം സഭാതലത്തിൽ നടത്തിയ പ്രസംഗമാണ് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. 1918 ഫെബ്രുവരി മാസം 25-ാം തീയതി ശ്രീമൂലം തിരുനാൾ പ്രജാസഭയിൽ പി വി വർഗീസ് സാറിൻ്റെ ഘനഗംഭീരമായ ശബ്ദം മുഴങ്ങി. കുടുംബചരിത്രകാരൻ മാത്യു വർഗീസ് വല്യകണ്ഠത്തിൽ അഭിപ്രായപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ഷേക്സ്പീരിയൻ നാടകത്തിലെ ജൂലിയസ് സീസർ എന്ന കഥാപാത്രത്തിൻ്റെ ഗാംഭീര്യവും ശൈലിയും ഉണ്ടായിരുന്നുവെന്നാണ്. ട്രാവൻകൂർ എന്ന രാജ്യത്തിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം അന്ന് സഭാതലത്തിൽ സംസാരിച്ചത്. ട്രാവൻകൂർ എന്ന രാജ്യം അനന്ത സാധ്യതകളുള്ള രാജ്യമായിട്ടാണ് പി വി വർഗീസ് സാർ കണക്കാക്കുന്നത്. ട്രാവൻകൂർ എന്ന രാജ്യത്തെ അദ്ദേഹം ഉപമിക്കുന്നത് ജപ്പാൻ എന്ന രാജ്യത്തോടാണ്. ജപ്പാൻ എന്ന രാജ്യത്തിൽ വിദേശികർക്ക് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ ട്രാവൻകൂർ എന്ന രാജ്യത്തിൻ്റെ സ്ഥിതി അതല്ല. ഇവിടെ സ്വദേശിയർ ഭൂമിക്ക് വെളിയിലും വിദേശിയർ ഭൂമി കൈവശമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ബ്രിട്ടീഷ് മേൽക്കോയ്മ മൂലമുള്ള ഈ ദുസ്ഥിതി അദ്ദേഹം ഒരുപാട് ദുഃഖിതനായി അന്ന് സഭാതലത്തിൽ പ്രസംഗിച്ചു. പിന്നീട് അദ്ദേഹം സംസാരിച്ചത് ട്രാവൻകൂറിലെ വർണ്ണാകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചാണ്. ട്രാവൻകൂർ എന്ന രാജ്യത്തെ പിന്നോട്ടടിക്കുവാൻ മാത്രമേ ആ വിദ്യാഭ്യാസം സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാഭ്യാസ സംവിധാനത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ടുവന്നു എങ്കിൽ മാത്രമേ ട്രാവൻകൂർ എന്ന രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹം നിർദ്ദേശിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ കൃഷിരീതികൾ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പൂന്തോട്ട നിർമ്മാണവും അദ്ദേഹം വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് പ്ലാന്റേഷൻ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. പ്ലാന്റേഷൻ മേഖലയിൽ വിദേശിയർ കുത്തകവൽക്കരണം നടത്തി അതിലവർ വിജയിച്ചുവെങ്കിലും 1918 കാലഘട്ടത്തിൽ പ്ലാന്റേഷൻ മേഖല സ്വദേശിയർ അത് ഏറ്റെടുത്ത് നടത്തുകയും അത് വിജയകരമായി നടപ്പാക്കുകയും ചെയ്യുന്ന ഉദാഹരണം അദ്ദേഹം അവിടെ സൂചിപ്പിച്ചു. 1918 ഫെബ്രുവരി മാസം 27-ാം തീയതി 14-ാം സെക്ഷനിൽ ശ്രീമൂലം തിരുനാൾ പ്രജാസഭയുടെ 14-ാം സെക്ഷനിൽ അദ്ദേഹം ഒരിക്കൽ കൂടി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ അദ്ദേഹം ടൗൺ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആവശ്യകതയെക്കുറിച്ചും ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നുമാണ് അദ്ദേഹം അതിൽ ഊന്നി പറയുന്നത്. ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ശുചീകരണ പ്രവർത്തനം നടത്തുവാൻ മാത്രമുള്ള ഒരു കമ്മിറ്റിയല്ല എന്നും ടൗൺ പ്ലാനിംഗ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് ആശുപത്രികൾ സ്ഥാപിക്കുന്നതും ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുന്നതിലുമാണ്. ഗ്രാമീണ റോഡുകളും അതോടൊപ്പം തന്നെ നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകൾ നിർമ്മിക്കുന്നതിലാണ് അവർ പ്രാധാന്യം നൽകേണ്ടതെന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അങ്ങനെ റോഡ് നിർമ്മാണത്തിലും ആശുപത്രികളുടെ നിർമ്മാണത്തിലും തദ്ദേശീയർക്ക് പങ്കാളിത്തം വരികയും അതുവഴി അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനവുമായി തദ്ദേശീയർക്ക് ബന്ധം വരികയും അതുവഴി അവരുടെ ഉന്നമനം നടക്കുമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് എന്നും ബോധവാനായിരുന്ന അദ്ദേഹം ട്രാവൻകൂറിൻ്റെ നോമിനേറ്റഡ് സംവിധാനം എന്ന ശ്രീമൂലം തിരുനാൾ പ്രജാസഭയിലെ നോമിനേറ്റഡ് സംവിധാനത്തിൽ ഭേദഗതി വരുത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ആ ഭേദഗതി 3/4 പങ്കും അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം, ബാക്കിയുള്ളത് മാത്രമേ നോമിനേറ്റഡ് ആകാവൂ എന്നും അദ്ദേഹം നിർദ്ദേശം നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം നൽകിയ മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത്
ഫൈനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് സാമ്പത്തികമായ കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ ശ്രീമൂലം തിരുനാൾ പ്രജാസഭയ്ക്ക് അനുവാദം ഉണ്ടാവണമെന്നും റവന്യൂ വകുപ്പ് പൂർണ്ണമായും പ്രജാസഭയുടെ നിയന്ത്രണത്തിലാവണമെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന വ്യത്യസ്തമായ വീക്ഷണമെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലും പ്രസക്തമായൊരു വീക്ഷണം അദ്ദേഹം പറയുന്നുണ്ട്. ദേവസ്വത്തിൻ്റെ സ്വത്ത് ഒരു കാരണവശാലും സർക്കാരിലേക്ക് പോകുവാൻ പാടില്ല. അത് ദേവസ്വത്തെ പൂർണ്ണമായും സ്വതന്ത്രമായി നിലനിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് തികഞ്ഞ ജനാധിപത്യവാദിയായിരുന്ന അദ്ദേഹം ദിവാൻ്റെ അധ്യക്ഷതയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 5 അംഗങ്ങൾ ഉള്ള ഒരു സമിതി രൂപീകരിച്ച് ഭരണത്തിന് നേതൃത്വം നൽകണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആശുപത്രികൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും ബോധവാനായിരുന്ന പി വി വർഗീസ് സാർ അദ്ദേഹത്തിൻ്റെ ആശയ അഭിലാഷങ്ങൾ ഏറ്റെടുത്ത് നടത്തിയത് അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളാണ്. അതിലൊരാൾ പി വി ഫിലിപ്പ്, കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറും 1953 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി കല്ലുപ്പാറ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പി വി ഫിലിപ്പ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൻ തോമാച്ചായൻ എന്ന് വിളിക്കുന്ന വർഗീസ് തോമസ്, മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് വാർഡ് നിർമ്മിച്ച് നൽകിയ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു തോമസ് വർഗീസ്. പീൽപോച്ചായൻ എന്ന അപ്പച്ചനെ കുറിച്ച് പറയുമ്പം പീൽപോച്ചായൻ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ മല്ലപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളുള്ള ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം ഒരു വെല്ലുവിളിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു കയ്യാലത്തോട് മാത്രമുണ്ടായിരുന്ന ഗ്രാമീണ റോഡുകളെ 4 അടി പാതയുള്ള പഞ്ചായത്ത് റോഡുകളായി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് വർഗീസ് ഫിലിപ്പോസാണ്. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ വലിയപ്പച്ചൻ്റെ അനുഭവങ്ങൾ പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ വലിയ പിതാവ് പി വി വർഗീസ് എന്ന് വിളിക്കുന്ന അദ്ദേഹം കേരളക്കരയിൽ മർത്തോമ കൺവെൻഷനിലും ഭാഷാന്തരം ചെയ്യുവാൻ ഉപയോഗിക്കപ്പെട്ട ഒരു മഹത് വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരുപാട് സുവിശേഷ പ്രവർത്തനങ്ങൾക്കും അതിന് കാര്യാദികളും ചെയ്യുവാൻ തന്നെ കർത്താവ് ഉപയോഗിക്കാനിടയായി തീർന്നു. വിദേശ മിഷണറിമാരുടെ ഭാഷാന്തരം ചെയ്യുവാൻ വേണ്ടി അദ്ദേഹത്തെ കർത്താവ് ഉപയോഗിക്കുവാനിടയായി തീർന്നു. അതൊരു വലിയ ഭാഗ്യപദവിയായി കാണുന്നു. അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും നിലനിർത്തുവാൻ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൊട്ടസ്റ്റന്റ് ദൈവസഭകൾക്കകത്ത് കൺവെൻഷൻ നടത്തുവാൻ ഒരുപാട് എതിരുകൾ എന്ന സമയത്ത് മെല്ലപ്പള്ളിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അദ്ദേഹം മുൻകൈയെടുത്ത് പല തരത്തിൽ കൺവെൻഷൻ നടത്താനും ബ്രദറൻ സഭകളുടെ കൺവെൻഷൻ നടത്തുവാനും എല്ലാം അദ്ദേഹം തീരുമാനമെടുത്ത് അതിനെ ഭാഗവത്താകുവാനിടയായിത്തീർന്നു. കാരണം സുവിശേഷീകരണത്തിന് വലിയ വില കൊടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനും അതിനതൊരു ഭാഗവത്താകുവാൻ കർത്താവ് സഹായിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ വല്യപ്പച്ചനെക്കുറിച്ച് കേൾക്കുന്നതും അറിയുന്നതും തന്നെ എനിക്ക് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. 1878 ജനിച്ച അദ്ദേഹം മല്ലപ്പള്ളിയിൽ അന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം സാധിക്കാഞ്ഞതുകൊണ്ട് കോട്ടയം CMS സ്കൂളിൽ മല്ലപ്പള്ളിയിൽ നിന്ന് കോട്ടയം വരെ എന്നും നടന്നു പോയി പഠിക്കുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പിൻതലമുറക്കാരിയായി ജനിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നല്ല ആളുകളെ എന്നും നമ്മുടെ അനുസ്മരണയിൽ ഉണ്ടാകും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് വല്യപ്പച്ചന്. എൻ്റെ അപ്പൻ്റെ ഒരു കസിന് സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. സാറിൻ്റെ കാര്യം പറയുന്നിടത്ത് പുള്ളിക്ക് 1000 നാവാണ്. അത്രയധികം സന്തോഷമായിട്ടാണ് എന്നോട് പുള്ളി അപ്പച്ചനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ അന്ന് പങ്കുവച്ചത്. ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ആളുകളെ ആരാണ് സ്മരിക്കാത്തത്? നമ്മൾ എന്നും നല്ല പ്രവർത്തികൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെയെല്ലാം അനുസ്മരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പച്ചൻ അതിനകത്തെ ഒരു വലിയ ലീഡിംഗ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴത്തെ തലമുറയാണെങ്കിലും ഇതിനൊക്കെ മുന്നോട്ട് വരണം, നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യണം. നമ്മുടെ പിള്ളേരെ ആണെങ്കിലും കൊച്ചു പിള്ളേരെ ആണെങ്കിലും പഠിപ്പിക്കേണ്ടത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു വേണം. അതല്ലാതെ എങ്ങനെയെങ്കിലും സ്കൂളിൽ പോയി പഠിക്കട്ടെ എന്നുള്ള രീതിയിലല്ല. പിള്ളേരെ ഏത് കാര്യത്തിലാണേലും നമ്മൾ നല്ല വഴിയിൽ ഗൈഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്കും
അത് തന്നെയല്ല, നമ്മുടെ പഴയ ആളുകളെക്കുറിച്ച്, നമ്മുടെ അപ്പന്മാരെക്കുറിച്ചും വല്യപ്പന്മാരെക്കുറിച്ചും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വല്യപ്പന്മാരെക്കുറിച്ചും ഒക്കെ പറയുന്നത് അവർക്കും കേൾക്കുമ്പോൾ ഒരു അഭിമാനമായിരിക്കും. എൻ്റെ വല്യപ്പൻ ഇന്നതായിരുന്നെന്ന് പറയുന്നത് ഇന്ന് നമുക്ക് അഭിമാനം ഉള്ളതുപോലെ തന്നെ അടുത്ത തലമുറയുടെയും വല്യപ്പന്മാരും അപ്പന്മാരും ഒക്കെ ഇതുപോലെ ആകാനായിട്ട് ശ്രമിക്കണം. നല്ല കാര്യങ്ങൾ ആർക്ക് ചെയ്താലും അതെന്നും നല്ലത് തന്നെ.